प्रिय बच्चे नमस्ते। आप लोगों ने अपने अपने घर में सुरक्षित है ना? ओके। आज प्राचीन कवियों रहीम और कबीरदास के दोहे के बारे में चर्चा करना चाहती हूँ। ओके। ദോഹ മീൻസ് ഈരടികൾ അല്ലേ? അതായത് ഈ രണ്ട് വരികളിൽ കവി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു നല്ലൊരു തത്വം ഉണ്ടായിരിക്കും അതിൽ അല്ലേ? അപ്പോൾ എന്താണ് നോക്കാം നമുക്ക് फर्स्ट पहला कबीरदास का दोहा। कबीरदास के बारे में अब देखिए। कबीर हिंदी साहित्य के संत शिरोमणि है। आपका जीवन काल 15वीं सदी में था। आप कवि ही नहीं समाज सुधारक भी थे। नीरू और नीमा नामक जुलाहे दंपति ने आपका पालन पोषण किया। आपके गुरु का नाम रामानंद है। आपकी वाणी का संग्रह बीज के नाम से प्रसिद्ध है, जिसके 3 भाग है, साकी, सबत और रमैनी। आपको शांतिमय जीवन प्रिय था। आप अहिंसा, सत्य, सदाचार आदि गुणों के प्रशंसक थे। അപ്പോൾ കബീർദാസ് എന്ന് പറഞ്ഞാൽ പ്രാചീന കവികളിലെ ഹിന്ദി പ്രാചീന കവികളിലെ ഒരു മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കബീർദാസ്. ഓക്കെ. കബീർ ഹിന്ദി സാഹിത്യത്തിലെ സന്ത് ശിരോമണിത്തെ, സന്ത് മീൻസ് സ്കോളർ, സന്യാസി അല്ലേ? സന്ത് ശിരോമണി മീൻസ് സന്യാസി ശ്രേഷ്ഠനായ ഒരു കവിയായിരുന്നു നമ്മുടെ കബീർദാസ്. आपका जीवन काल അദ്ദേഹത്തിൻ്റെ ജീവിതകാലം 15वीं सदी में था അല്ലേ? 15th century അല്ലേ? 15ാം നൂറ്റാണ്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. ആപ് കവി ഹി നഹീം, പിന്നെ എന്താ പറയുന്നത്? ആപ് കവി ഹി നഹീം അല്ലേ? ആപ് സിഫ് കവി ഹി നഹി, അദ്ദേഹം വെറും കവി മാത്രമല്ല, മറിച്ച് ആരും കൂടിയാണ്? സമാജ് സുധാരക് ബീത്തെ, ഒരു സോഷ്യൽ വർക്കർ കൂടി ആയിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു നമ്മുടെ കബീർദാസ്. नीरू और नीमा नाम जुलाहे दंपति ने आपका पालन पोषण किया. നീരു ഔർ നീമ എന്നീ നാമക്ക് പേരായിട്ടുള്ള ജുലാഹെ ദമ്പതിനെ, ജുലാഹ മീൻസ് നെയ്ത്തുകാർ അല്ലേ? അപ്പോൾ നെയ്ത്തുകാരായിട്ടുള്ള ദമ്പതികളാണ് ആപ്കാ പാലൻ പോഷൻ കിയ, അദ്ദേഹത്തെ വളർത്തി വലുതാക്കിയത്. ആപ്കെ ഗുരു കാ നാം രാമാനന്ദ് ഹെ, അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേരാണ് രാമാനന്ദ് എന്ന്. ആപ്കി വാണി കാ സംഗ്രഹ്, അദ്ദേഹത്തിൻ്റെ വാണി മീൻസ് വേർഡ്സ്, വാണി കാ സംഗ്രഹ് അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ സംഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് വാക്കുകളുടെ സംഗ്രഹങ്ങൾ എന്താണ്? ബീജക് കെ നാം സെ പ്രസിദ്ധ ഹെ, എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ബീജക് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ കബീർദാസ് കെ വാണി കാ സംഗ്രഹ് ബീജക് നാം സെ ജാനാ ജാതാ ഹെ യാ പ്രസിദ്ധ ഹെ, ജിസ്കെ 3 ഭാഗ് ഹെ. ഇനി ആ ബീജക് എന്നതിന് 3 ഭാഗ് ഹെ, 3 ഭാഗങ്ങളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണ്? സാക്കി, സബത് ഓർ രമൈനി. സാക്കി, സബത് ഓർ രമൈനി എന്നീ 3 ഭാഗങ്ങളായിട്ടാണ് ബീജക് എന്ന അദ്ദേഹത്തിൻ്റെ വേർഡ്സുകളെ എന്ത് ചെയ്തിട്ടുള്ളത്? 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആപ്കോ ശാന്തിമയ് ജീവൻ പ്രിയത, അദ്ദേഹം ഒരു ശാന്തി സമാധാന പ്രിയനായിട്ടുള്ള ഒരു കവിയായിരുന്നു. ആപ് അഹിംസ, സത്യ, സദാചാർ ആദി ഗുണോംക്കെ പ്രശംസകത്തെ. ഇനി അദ്ദേഹം എന്തിനൊക്കെയാണ് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്? അഹിംസ അല്ലേ? അതുപോലെ സത്യ, അതുപോലെ തന്നെ സദാചാർ ആദി ഗുണോംക്കെ പ്രശംസകത്തെ എന്നീ ഗുണങ്ങളുടെ വക്താവ് കൂടിയായിരുന്നു നമ്മുടെ കബീർദാസ്. അപ്പം എന്താണ് കബീർദാസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്? കബീർദാസ് ഹിന്ദി സാഹിത്യके संत शिरोमणि है. आपका जीवन काल 15वीं सदी था. उनका नीरू और नीमा नामक जुलाहे दंपतियों ने उनका पालन पोषण किया. उनके वाणी का संग्रह बीजक नाम से प्रसिद्ध है. इसको 3 भागों में विभाजित है, साकी, सबत और रमैनी. ओके. यस. उनका दोहे के बारे में, बड़ा हुआ तो क्या हुआ, जैसे पेड़ गजूर, पंदी को छाया नाहिम, फल लागे अधितूर. എന്താണ് പറയുന്നത്? ബഡാ ഹുവാത്തോ. എന്താ ബഡാ മീൻസ് ബിഗ്, വലുതാവുക അല്ലേ? ബഡാ ഹുവാത്തോ
വലുതായത് കൊണ്ട് ക്യാ ഹുവ എന്താണ് പ്രയോജനം? ജൈസെ, ജൈസെ മീൻസ് എക്സാമ്പിൾ, പോലെ. ഇതുപോലെ പേഡ് ഗജൂർ, പേഡ് മീൻസ് ട്രീ, ഗജൂർ മീൻസ് ഈന്തപ്പഴം അല്ലേ. അതായത് ഈന്തപ്പന പോലെ വലുതായത് കൊണ്ട് എന്താ പ്രയോജനം? പന്തിക്കോ ചായ നാഹി. ഇനി ഈന്തപ്പന എന്ത് ചെയ്യുന്നില്ല? പന്തി മീൻസ് പാസഞ്ചേഴ്സ്, ട്രാവലേഴ്സ് അല്ലേ, യാത്രക്കാർക്ക് ചായ മീൻസ് ഷാഡോ, തണല് നാഹീം നൽകുന്നില്ല. അപ്പോൾ ഈന്തപ്പന അതിലൂടെ പോകുന്ന അല്ലെങ്കിൽ അതിന് താഴെ ഇരിക്കുന്ന യാത്രക്കാരന് എന്ത് നൽകുന്നില്ല? തണൽ നൽകുന്നില്ല. ഫൽ ലാഗെ അതിദൂർ, ഫൽ മീൻസ് ഫ്രൂട്ട്സ്, ഇറ്റ്സ് ഫ്രൂട്ട്സ്, അതിൻ്റെ പഴങ്ങളാകട്ടെ ലാഗെ അതിദൂർ എന്താണ്? വളരെ ഉയരത്തിലാണ് അതിൻ്റെ ഫ്രൂട്ട്സ്. അപ്പോൾ ഈ വരി കൊണ്ട് എന്താണ് കബീർദാസ് അർത്ഥമാക്കുന്നത്? इस प्रस्तुत पंक्तियों द्वारा कबीरदास हमसे बताता है कि അല്ലേ, പ്രസ്തുത വരികൾ കൊണ്ട് കബീർദാസ് നമ്മോട് പറയുകയാണ്. എന്താ പറയുന്നത്? गजूर पेड़ के समान बड़ा होने से कोई फायदा नहीं है. ഗജൂർ പേട് കെ സമാൻ അല്ലെ, ഈന്തപ്പന പോലെ ബഡാ ഹോനെസെ വലുതായത് കൊണ്ട്, ഉയരത്തിൽ വളർന്നത് കൊണ്ട്, കോയി ഫായദ നഹി ഹെ എന്താണ്? യാതൊരു പ്രയോജനവും ഇല്ല അല്ലേ. ഇനി എന്താ പറയുന്നത്? വ ബഹുത് ബഡാ ഹെ അല്ലേ, ബഹുത്ത് ബഡാ ഹെ, അത് ബഡാ ഔർ ലംബാ ഹെ. ആ ഈന്തപ്പന എന്താണ്? വളരെ വലുതും നീളമുള്ളതുമാണ് അല്ലേ. പതിക് കോ ചായ നഹീം ദേത്തി ഹെ അല്ലേ. ഇത് എന്താണ്? പതിക് കോ യാത്രക്കാർക്ക് ചായ നഹീം ദേത്തി ഹെ എന്ത് നൽകുന്നില്ല? തണൽ നൽകുന്നില്ല. ഇസ്കാ ഫൽ ബി ബഹുത് ഊഞ്ചായി പർ ഹെ അല്ലേ, അതിൻ്റെ ഫ്രൂട്ട്സ് ആണെങ്കിൽ ബഹുത് ഊഞ്ചായി പർ ഹെ വളരെയധികം ഉയരത്തിലാണ്. ഓക്കെ, ഇസ്കാ മത്ലബ് ക്യാ ഹെ, ഇസ്കാ അർത്ഥാത് ക്യാ ഹെ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് കബീർദാസ് ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ്? അതായത് ഈന്തപ്പന പോലെ വളർന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. അതായത് ഈന്തപ്പനയുടെ താഴെ വരുന്ന യാത്രക്കാർക്ക് അത് തണൽ നൽകുന്നില്ല. അതുപോലെ അതിൻ്റെ ഫ്രൂട്ട്സ് ആകട്ടെ ഫൽ അല്ലേ, ഫൽ മീൻസ് ഫ്രൂട്ട്സ് ആകട്ടെ വളരെയധികം ഉയരത്തിലുമാണ് അല്ലേ. അപ്പോൾ ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇതാണ്, ദൂസരോംകോ ബലായി കർനെ വാലാ ഹെ സബ്സെ ബഡെ ഹോത്തെ ഹെ. എന്താ പറയുന്നത്? അതായത് ഒരു മരമാണ്. മരം പൊതുവെ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ള എല്ലാ ജീവജാലങ്ങൾക്കും തണലാണ്, ആവാസ വ്യവസ്ഥയാണ്. അതുപോലെ ഇഷ്ടംപോലെ പക്ഷികൾക്കും ജന്തുക്കൾക്കൊക്കെ കഴിക്കാം, അതിൻ്റെ ഫ്രൂട്ട്സ് കഴിക്കും അല്ലേ. പക്ഷേ ഇതാകട്ടെ യാത്രക്കാർക്ക് തണൽ നൽകുന്നില്ല, അതിൻ്റെ ഫ്രൂട്ട്സ് ആകട്ടെ വളരെ ഉയരത്തിലുമാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇതിനെ നന്മ കിട്ടുന്നത് ദുർലഭമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കബീർദാസ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ വെച്ചാൽ എന്താണ്? ദൂസരോംകോ ബലായി കർനെ വാലാ ഹെ സബ്സെ ബഡെ ഹോത്തെ ഹെ അല്ലേ, അല്ലെ സബ്സെ മഹാൻ ഹോത്തെ ഹെ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരാണ് ഏറ്റവും മഹാന്മാരാകുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയവരാകുന്നത് എന്നാണ് അതിൻ്റെ കണ്ടന്റ്. ഓക്കെ, നെക്സ്റ്റ് റഹീം. दूसरा दोहा रहीम का है. इसमें कवि परिचय अब देखिए. हिंदी के लोकप्रिय कवियों में रहीम का नाम मुक्तकंड से लिया जाता है. उनका पूरा नाम अब्दुर्रहीम खान गाना था. इनका जन्म सन 1556 ईस्वी के लगभग लाहौर नगर अब पाकिस्तान में हुआ था. आप अकबर बादशाह के संरक्षक भैरम खान के पुत्र थे. रहीम अकबर के दरबार के नवरत्नों में से थे. अरबी, तुर्की, फारसी तथा संस्कृत के आप पंडित थे. रहीम सत्सई, श्रृंगार सत्सई, रासपंचाध्यायी, रहीम रत्नावली आदि इनकी रचनाएं हैं. അപ്പോൾ റഹീമിനെ കുറിച്ച് എന്താ പറയുന്നത്? ഹിന്ദി के लोकप्रिय कवियों में रहीम का नाम मुक्तकंड से लिया जाता है. എന്താ പറയുന്നത്? ഹിന്ദിക്ക് ലോകപ്രിയ കവിയോമേ, ഹിന്ദിയിലെ ജനപ്രിയ കവികളിലെ റഹീം കാ നാം, റഹീം എന്ന കവിയുടെ പേര് മുക്ത് കണ്ട് സേ ലിയാ ജാത്താ ഹെ, പ്രത്യേകമായി എടുത്തു പറയപ്പെട്ട ഒരു കവിയാണ് അദ്ദേഹം. ഉൻക പൂരാ നാം, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? അബ്ദുറഹീം ഖാൻ ഖാനാത്ത. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പൂരാ നാം? അബ്ദുറഹീം ഖാൻ ഖാനാത്ത.
അബ്ദുറഹീം ഖാൻഖാന എന്നായിരുന്നു. ഇൻക ജന്മസ്ഥാൻ 1556 ഇസ്വി കെ ലഗ്ഭഗ് ലാഹോർ നഗർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം ലാഹോർ നഗറിലെ അബ് പാകിസ്ഥാൻ മേ, ഇപ്പോഴെവിടെയാണ്, പാകിസ്ഥാനിലാണ് ഹുവാത്ത ഉണ്ടായിട്ടുള്ളത്. ആപ് അക്ബർ ബാദ്ഷാ കെ സംരക്ഷക ഭൈരം ഖാം കെ പുത്രത്തെ. ഇനി അദ്ദേഹമാകട്ടെ അക്ബർ ബാദ്ഷായുടെ സംരക്ഷകനായിട്ടുള്ള ഭൈറാം ഖാൻ്റെ പുത്രനായിരുന്നു. റഹീം അക്ബർ കെ ദർബാർ കെ നവരത്നോമേം സേത്തെ. ഇനി റഹീം ആകട്ടെ അക്ബർ കെ ദർബാർ കെ, അക്ബറുടെ രാജസദസ്സിലെ നവരത്നോമേം സേ, നവരത്നോ 9 പണ്ഡിത കവികളിലെ സേത്തെ ഒരാളായിരുന്നു. അറബി, തുർക്കി, ഫാർസി തഥാ സംസ്കൃത് കെ. അറബി അതുപോലെ തുർക്കി, സംസ്കൃത് എന്നീ ഭാഷകളിലെ ആ പണ്ഡിതത്തെ അദ്ദേഹം പണ്ഡിതനായിരുന്നു. റഹീം സത്സയി, ശൃംഗാർ സത്സയി, രാസപഞ്ചാധ്യായി, റഹീം രത്നാവലി ആദി ഇൻകി രചനായേം ഹെ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള രചനകളായിരുന്നു റഹീം സത്സയി, ശൃംഗാർ സത്സയി, രാസപഞ്ചാധ്യായി, റഹീം രത്നാവലി എന്നിവ. ओके, अब देखिए उनकी दोहा. रहीम वे नर धन्य है पर उपकारी अंग बांडन पारे को लगे जो मेहंदी को रंग. എന്താ പറയുന്നത്? റഹീം, റഹീം വേ നർ ധന്യ ഹെ. നർ മീൻസ് മനുഷ്യ അല്ലേ, ധന്യ, ധന്യ മീൻസ് ധന്യർ, പുണ്യം ചെയ്തവർ. ഉപകാരി അങ്ക്, ഉപകാരി പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്ന, അങ്ക് മീൻസ് അവയവം. ബാണ്ടൻ പാരേക്കോ ലഗെ ജോ മെഹന്തി കോ രംഗ്. മെഹന്തി മീൻസ് ഹെന്ന, മൈലാഞ്ചി. ഓക്കെ, अब देखिए റഹീം വേ നർ ധന്യ ഹെ. റഹീം പറയാണ് വേ നർ ധന്യ ഹെ, ആ മനുഷ്യരാണ് പവിത്രമായിട്ടുള്ളവർ അല്ലെങ്കിൽ പുണ്യം ചെയ്ത വ്യക്തികൾ, അവരാണ്. ആര്? പർ ഉപകാരി അങ്ക്. എന്താ ഉപകാരി അങ്ക്? ഹെൽപ്പ് ചെയ്യുന്ന അല്ലേ, അങ്ക്, അങ്ക് മീൻസ് അവയവം. ഏത് ശരീരം കൊണ്ടാണോ ആളുകൾ മറ്റുള്ളവരെ സഹായിക്കുന്നത്, ആ മനുഷ്യരാണ്, ആ സഹായിക്കുന്ന വ്യക്തികളാണ് എന്ത്? ധന്യരായിട്ടുള്ളത്, പവിത്രമായിട്ടുള്ള മനസ്സുള്ള വ്യക്തികൾ. ബാണ്ടൻ പാരേക്കോ ലഗെ. എന്താണ് ബാണ്ടൻ പാരേക്കോ ലഗെ? അതായത് ബാണ്ടൻ പാരേക്കോ ലഗെ പറഞ്ഞാൽ ഒന്നിച്ച് ഷെയർ ചെയ്യുക. എങ്ങനെ ഷെയർ ചെയ്യുന്നു? ജോ മെഹന്തി കോ രംഗ്, അതായത് മെഹന്തി മൈലാഞ്ചി അല്ലേ, മൈലാഞ്ചി ഇടുമ്പോൾ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ കൈകളിലും കൊടുക്കുന്ന ആൾക്കും ഇട്ട് കൊടുക്കുന്ന ആൾക്കും, ആരാണ് ഇട്ട് കൊടുക്കുന്നത് ആ വ്യക്തിക്കും എന്തുണ്ടാവും? രണ്ടുപേരുടെ കയ്യിൽ എന്തുണ്ടാവും? അതിൻ്റെ കളർ ഉണ്ടായിരിക്കും. അതാണ് പറയുന്നത്. ഒരാൾ ഉപകാരം ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്ന വ്യക്തിക്കും പുണ്യം ഉണ്ടാവും, അതുപോലെ ചെയ്തു കൊടുക്കുന്ന ആ വ്യക്തിക്കും എന്തുണ്ടാവും? അതിൻ്റെ ഫലം കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ്? റഹീം പ്രസ്തുത ദോഹേമേ പ്രസ്തുത പങ്ക്തിയോമേ റഹീം ബത്താത്ത ഹേ കി. പ്രസ്തുത വരികളിൽ റഹീം പറയുകയാണ്. എന്താ പറയുന്നത്? ജിൻകാ ശരീർ സബ്കാ ഉപകാർ കർത്താ ഹേ. ജിൻകാ ശരീർ ദ്വാര, ആരുടെ ശരീരം മുഴുവനാണ് അല്ലെങ്കിൽ ആരുടെ ശരീരം കൊണ്ടാണോ സബ്കാ ഉപകാർ കർത്താ ഹേ, എല്ലാവർക്കും ഉപകാരം ഹെൽപ്പ് ചെയ്യുന്നത് ആ മനുഷ്യരാണ് എന്ത്? ധന്യർ അല്ലേ. അപ്പോൾ കബീർ റഹീം കർത്താ ഹേ കി ജിൻകാ ശരീർ സബ്കോ ഉപകാർ കർത്താ ഹേ വേ നർ ധന്യത്തെ അല്ലേ, ധന്യ ഹേ അല്ലേ. ആരുടെ ശരീരം കൊണ്ടാണോ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് ആ മനുഷ്യർ എന്താണ്? ആ ധന്യരാണ്, പുണ്യം ചെയ്തവരാണ്. ഇനി ഞാൻ എക്സാമ്പിൾസ് പറയാണ്. ജിസ് പ്രകാർ മെഹന്തി കാ രംഗ് बांटने वाले के अंग पर भी मेहंदी का रंग लग जाता है. जिस प्रकार मेहंदी का रंग बांटने वाले का भी शरीर बांटने वाले पर भी ജിസ്കാ രംഗ് ലഗ് ജാത്ത ഹേ. എപ്രകാരമാണോ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന ആളുടെ കയ്യിലും അതുപോലെ ഇട്ട് കൊടുക്കുന്ന വ്യക്തിക്കും ആ കളറ് വരുന്നത് ഉസി പ്രകാർ പരോപകാരി ബി സുശോഭിത ഹേ. അപ്രകാരത്തിലാണ് പരോപകാരം ചെയ്യുന്ന ആളും സ്വയം സുശോഭിത ഹേ, ശോഭിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, प्रस्तुत दोहे रहीम और कबीरदास के दो महान कवियों का दोहे बार बार पढ़ना
कोई संदेह है तो मुझसे पूछिए। आज की कक्षा में यहाँ समाप्त करती हूँ। धन्यवाद।